പ്രിയപ്പെട്ട കേരളത്തിലെ പൊതുസമൂഹമേ, നിങ്ങളോടാണ് പറയാനുള്ളത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുസമൂഹത്തെക്കുറിച്ച്. ഇവിടെ ഉത്സവങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയുടെ ആഘോഷങ്ങൾ, മത ജാതി ആളുകളുടെ ആഘോഷങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നിലവിൽ പെരുവഴിയിലും റോഡിലും മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും വഴി ഉപയോഗിക്കുന്ന യാത്രക്കാർക്കും മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ കുറേ ആളുകളുടെ ആഘോഷത്തിന് ബാക്കിയുള്ളവരെ ഇരയാക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ തിരുവിതാംകൂർ ഭാഗങ്ങൾ, അതായത് ആലപ്പുഴ മുതൽ അങ്ങോട്ടാണ് കൂടുതലുള്ളത്. എറണാകുളം ജില്ലയിൽ വന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരനെ ഓടിച്ചിട്ട് തല്ലും. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളും പള്ളിക്കമ്മറ്റികളും പള്ളി ആഘോഷങ്ങളും ഉത്സവാഘോഷങ്ങളും റോഡിൽ നിന്ന് മാറ്റി നിങ്ങൾ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുക. അമ്പലപ്പറമ്പിലോ അമ്പലത്തിൻ്റെ കാമ്പൗണ്ടുകളിലോ സർക്കാരിൻ്റെ സ്റ്റേഡിയങ്ങളുണ്ട്, സ്കൂൾ ഗ്രൗണ്ടുകളുണ്ട്, സ്കൂൾ മൈതാനങ്ങളുണ്ട്, ഇവിടെ വെച്ച് നിങ്ങൾ നടത്തണം. കാരണം നിങ്ങൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ലംഘനമാണ്. പള്ളി കമ്മിറ്റി ആണെങ്കിലും അമ്പല കമ്മിറ്റി ആണെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് പോലീസിൻ്റെ അധികാരികൾക്ക് അറിയാം, കൃത്യമായി അറിയാം ഇത് നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥകളാണ് MC റോഡിലാണെങ്കിലും ഹൈവേകളിലാണെങ്കിലും നിലവിൽ കണ്ടുവരുന്നത്. ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഉത്സവമോ പള്ളിയുടെ പെരുന്നാളോ വന്നു കഴിഞ്ഞാൽ ഉടൻ പോലീസിൻ്റെ നിർദ്ദേശം വരുന്നു, ഇന്ന ഭാഗത്തേക്ക് ഇന്ന് പോകുന്ന വണ്ടികൾ ഇന്ന റോഡ് വഴി തിരിഞ്ഞു പോകണം, മറ്റു ഭാഗത്ത് കൂടെ പോകുന്ന വണ്ടികൾ മറ്റേ വഴിക്ക് തിരിഞ്ഞു പോകണം. ഇത് തിരിച്ചുവിടാൻ നിങ്ങൾക്ക് എന്താണ് പോലീസ് അധികാരം? നിങ്ങൾ അമ്പല കമ്മിറ്റിക്കും പള്ളി കമ്മിറ്റിക്കും വേണ്ടിയാണോ പൊതുസമൂഹത്തിന് വേണ്ടിയാണോ ജോലി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റിൽ പോയി ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരിച്ച് ഇടുക്കിയോ കോട്ടയത്തോ പാലക്കാടോ കട്ടപ്പനയിലോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ തൃശ്ശൂരോ അതിനപ്പുറമോ കാസർഗോഡോ ഒക്കെ ഉള്ളിലെ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ജനങ്ങൾ, അവന് വണ്ടി കിട്ടി, അവന് കൃത്യസമയത്ത് വണ്ടി കിട്ടിയാൽ അടുത്ത വണ്ടി മാറിക്കയറി അവൻ അടുത്ത വണ്ടിയിൽ കയറി അവൻ്റെ വീട്ടിലേക്ക് പോകാം എന്നുള്ള കണക്കൂട്ടലിൽ വരുമ്പോൾ നിങ്ങൾ 2, 3, 4 മണിക്കൂറുകളിൽ റോഡിൽ ബ്ലോക്ക് ചെയ്ത് ദൈവങ്ങളുടെയും അമ്പലങ്ങളുടെയും പള്ളികളുടെയും ആഘോഷം നടത്തുമ്പോൾ പ്രിയപ്പെട്ട ആഘോഷ കമ്മിറ്റിക്കാരാ, ആ വണ്ടിയിൽ ആ റോഡിൽ സഞ്ചരിക്കുന്ന അന്നത്തെ യാത്രക്കാരൻ ഏത് ദൈവമാണെങ്കിൽ നിങ്ങളുടെ ദൈവങ്ങളെ പ്രാവുകയോ കൊല്ലുകയോ ചീത്ത വിളിക്കുകയോ മനസ്സിൽ പ്രാവാതെ പോകില്ല. പോലീസ് കാരണം അത് കൃത്യമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ഇത് കോടതി അലക്ഷ്യമാണ്. ദയവായി ഇത് കേരളത്തിലെ പബ്ലിക് ഇത് മനസ്സിലാക്കുക. ഈ പൊതുസമൂഹം ഉപയോഗിക്കാനുള്ള വഴി നിങ്ങൾ ഉത്സവം നടത്തിക്കൊള്ളൂ, ആരെയും എതിരല്ല. ഉത്സവം നടത്താം, ആഘോഷങ്ങൾ നടത്താം. അത് അമ്പലത്തിന് ഗ്രൗണ്ടുണ്ട്, പള്ളിക്ക് ഗ്രൗണ്ടുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, മൈതാനങ്ങളുണ്ട്. അവിടെ നടത്തൂ, അവിടെ ആഘോഷിക്കൂ, ആരും വരുന്നില്ല, തടസ്സം ചെയ്യുന്നില്ല. പക്ഷേ ഈ കാണിക്കുന്നത് വൃത്തികേടുകളാണ്. കാര്യം ഇപ്പോൾ ഉത്സവ സീസണുകളാണ്. കുറേ ഫ്ലോട്ടുകളും അല്ലെങ്കിൽ കുറേ ദൈവങ്ങളും അല്ലെങ്കിൽ കുറേ ബാൻഡ് മേളങ്ങളും കൊടിതോരണങ്ങളും ആയി കുറേ ആളുകൾ റോഡിൻ്റെ നടുക്കുകൂടെ, ആ റോഡിന് എത്ര വീതി ഉണ്ടെങ്കിൽ പോലും മാക്സിമം അതിനെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ, അല്പം മനസാക്ഷിയുള്ള ഒരു പോലീസുകാരൻ ഒരു ബസ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഉടനെ റോഡിൻ്റെ നടുക്ക് മാറി നിന്നുകൊണ്ട് ഡ്രൈവറെ തന്തയ്ക്ക് വിളിക്കുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അത് നല്ലൊരു സമൂഹത്തിന് ചേർന്നതല്ല. കാരണം ഈ ഉത്സവം അല്ലെങ്കിൽ ഈ ആഘോഷം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളി കമ്മിറ്റിക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്സവ കമ്മിറ്റിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് എല്ലാം അവകാശപ്പെട്ടതല്ല. അപ്പോൾ ബാക്കിയുള്ള ആഘോഷങ്ങൾ നിങ്ങളുടെ കരയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിക്കോ നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾക്കോ ഉള്ള ആഘോഷങ്ങൾ നിങ്ങൾ ദയവായി റോഡിൽ ഇറക്കി നിങ്ങളുടെ ഈ ആഘോഷം കാണിക്കരുത്. കാര്യം ദൈവത്തിനെ ചീത്ത വിളിക്കുന്ന ഒരു ഏർപ്പാടാണത്. ഈ പാവപ്പെട്ട യാത്രക്കാരുടെ കാറ്, വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, ബസ്സുകൾ, ലോറികൾ, ഇതെല്ലാം നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് മണിക്കൂറുകളോളം നിങ്ങൾ റോഡിൽ അഭ്യാസം കാണിക്കുന്ന ഈ പരിപാടി നിർത്തണം. അതൊരു നല്ല സമൂഹത്തിന് ചേർന്നതല്ല. പ്രിയപ്പെട്ട പോലീസുകാരെ, പോലീസ് അധികാരികളെ, ഇത്തരം ആളുകളെ നിങ്ങൾ കൃത്യമായും ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം കേരളത്തിലെ ഒരു പൗരനെന്ന നിലയിൽ തീർച്ചയായും കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരാകും. പ്രത്യേകിച്ചും ഒരു ഡ്രൈവർ എന്ന നിലയിൽ അത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ നീതിയായി മാറേണ്ട അവസ്ഥയാകും. പോലീസിൻ്റെ ഉൾപ്പെടെ വീഡിയോ എടുത്തിട്ട്, പ്രിയ സമൂഹമേ, നിങ്ങൾ യാത്രക്കാരെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ എടുത്ത് പോലീസിൻ്റെ ഉൾപ്പെടെ വീഡിയോ എടുത്തിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. റോഡ് ബ്ലോക്ക് ചെയ്യാൻ പോലീസും കൂട്ടുനിന്നു എന്ന് പറഞ്ഞ്
ആ ജില്ലയിലെ പോലീസ് അധികാരികളുടെ പേരും വെച്ചിട്ട് നിങ്ങളിത് ചെയ്തു കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇതിന് ഒരു അറുതി വരൂ. കാരണം എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്, കാര്യം എനിക്ക് മാത്രമേ വേദന ഉണ്ടാവൂ.